ഓക്കെ. ഇപ്പോൾ ഫസ്റ്റ് വീഡിയോയുടെ കണ്ടിന്യൂഷൻ ആണ് റീറെക്കോർഡിംഗ് വന്നിരിക്കുന്നത്. കാരണം 1 മണിക്കൂർ കഴിയുമ്പോൾ അത് കട്ടായി പോകും. അപ്പോൾ നമ്മൾ എൻട്രി എടുത്തത് 155 എൻട്രി എടുത്തത്. മാർക്കറ്റ് 177 നിൽക്കുന്നത്. ഇത് മാക്സിമം ഹോൾഡ് ചെയ്ത് 100 പോയിന്റ് റൈഡാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. നമ്മുടെ ടാർഗറ്റ് എന്ന് പറയുന്നത് ഓൾമോസ്റ്റ് ഒരു 240 285 155 എന്ന് പറയുമ്പോൾ അതിൻ്റെ ഇടക്ക് പലവിധമായ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവും മാർക്കറ്റിൽ. അതായത് ഇതിൻ്റെ ഇടക്ക് പല തടസ്സങ്ങളുണ്ട്, കാര്യങ്ങളുണ്ട്. നമ്മൾ മാക്സിമം മെജോറിറ്റി ഉദ്ദേശിക്കുന്നത് ഈ RSIയുടെ ക്രോസ് ഓവർ എവിടെയാണോ ആ ക്രോസ് ഓവർ വരെ മാർക്കറ്റ് ഹോൾഡ് ചെയ്യുക എന്നുള്ളതാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. 20 പോയിന്റ്സ് ഓൾറെഡി കിട്ടിയിട്ടുണ്ട്. ആ ട്രേഡിൽ കുറച്ച് ക്ലോസ് ആക്കിയിട്ടുണ്ട്. ബാക്കിയുള്ളത് അതായത് ഇപ്പം എന്നെ സംബന്ധിച്ച് 10 പോയിന്റ് എന്ന് പറയുമ്പോൾ 10 പോയിന്റിൽ 10 ലോട്ടിൽ 10 പോയിന്റ്. അപ്പോൾ 20 പോയിന്റ് കിട്ടുമ്പോൾ എന്ത് ചെയ്യാൻ പറ്റും? അതിനകത്ത് ഹാഫ് ലോട്ട് കൊടുക്കാം. അപ്പം നമ്മളുടെ ഡെയിലി റൊട്ടീൻ ഓട്ടോമാറ്റിക്കായിട്ട് നടന്നു. ഇനിയുള്ളത് കോസ്റ്റ് ടു കോസ്റ്റ് ഇട്ട് വെച്ചാലും ഈവൻ 1 പോയിന്റോ 2 പോയിന്റോ കിട്ടിയാലും നമ്മൾ ഹാപ്പിയാണ്. അപ്പോൾ ഈ ഒരു സിസ്റ്റം ഞാൻ പറയുന്നത് പലരും കണ്ടിട്ടുണ്ട്. പക്ഷേ അത് ഹോൾഡ് ചെയ്താൽ കിട്ടാനുള്ള ബെനിഫിറ്റ് ലാഭമാണോ നഷ്ടമാണോ എന്നുള്ള കാര്യങ്ങളോട് അറിയാനുണ്ട്. അപ്പം അതുകൊണ്ട് എങ്ങനെയാണ് അത് ഹോൾഡ് ചെയ്ത് മാക്സിമം പ്രോഫിറ്റിലേക്ക് എത്തിക്കണമെന്ന് അറിയാൻ വേണ്ടി റെക്കോർഡ് ചെയ്യുന്നെന്ന് മാത്രമേ ഉള്ളൂ. എനിവേ നമുക്ക് വെയിറ്റ് ചെയ്യാം. എന്തായാലും നമ്മൾ പ്രതീക്ഷിക്കുന്നത് ആദ്യത്തെ ഒരു മൂവ്മെന്റ് ഒരു 189 200 വരെ എന്തായാലും ഞാൻ പ്രതീക്ഷിക്കുന്നുണ്ട്. 180 ഇത് ഡോജി ക്യാൻഡിലായിട്ട് ഫോം ചെയ്താൽ ഇത് റെഡോ ഗ്രീനോ ഏതാണെങ്കിലും ഇത് ഡോജി ക്യാൻഡിലായിട്ട് ഫോം ചെയ്താൽ നെക്സ്റ്റ് ക്യാൻഡിൽ ആ ഹൈ കീപ്പ് ചെയ്ത് പോവാണെന്നുണ്ടെങ്കിൽ മാർക്കറ്റ് ഇതിൽ എത്ര പോയിന്റ് കിട്ടി? അതായത് പ്രീവിയസ് ആയിട്ടുള്ള ക്യാൻഡില് 152 മുതൽ 180 വരെ 18 പോയിന്റ്. ആ 18 പോയിന്റ് ഇവിടെ നിന്ന് 175 എന്നുള്ള മൂവ്മെന്റ് കിട്ടുകയാണെങ്കിലോ 175 പ്ലസ് 18 175 പ്ലസ് 18 193. അപ്പോൾ 189 193 കറക്റ്റ് ആയിരിക്കും. നെക്സ്റ്റ് ക്യാൻഡിലിൽ ഇത് ഡോജി ക്യാൻഡിലായിട്ട് ഫോം ചെയ്താൽ നെക്സ്റ്റ് ക്യാൻഡിലിൻ്റെ ഹൈ ഓൾമോസ്റ്റ് ഒരു 190യോ 192ഓ വന്നൊക്കെ ആയിട്ട് ഹെഡ്ജ് ചെയ്ത് നിൽക്കും. അതനുസരിച്ചിട്ട് ട്രെയിൽ ചെയ്ത് ഇത് ക്രോസ് ഓവർ ആവുന്ന വരെ കൊണ്ടുപോകാന്നുള്ളത് മാത്രമേ ഉള്ളൂ. RSI 50 എത്തി നിൽക്കുന്നത്. 50 എത്തി നിൽക്കുകയാണ്. ഈ 15 കൂടെ ബ്രേക്ക് ചെയ്ത് RSI പോയാൽ നമുക്ക് വലിയ പ്രതീക്ഷകളൊക്കെ ഉണ്ടാവും. അപ്പോൾ 155 65 75 22 പോയിന്റാണ് ഇപ്പോൾ മാർക്കറ്റിൽ അപ്പിൽ നിൽക്കുന്നത്. പിന്നെ സേഫ് ആയിട്ടുള്ള ഒരു ട്രെയിലിംഗ് ആണെന്നുണ്ടെങ്കിൽ നിലവിലെ ക്യാൻഡിലിൻ്റെ ലോ അതായത് 173യോ അല്ലെങ്കിൽ 170യോ 55 60 10 70 15 പോയിന്റ് കിട്ടും. ട്രെയിൽ ചെയ്ത് വെക്കണമെങ്കിൽ അങ്ങനെയും ചെയ്യാം. ഒറ്റയടിക്കൊന്നും കയറി പോകുന്നുള്ള പ്രതീക്ഷയില്ല. റെഡും ഗ്രീനൊക്കെ വന്നിട്ടൊക്കെ മാർക്കറ്റ് പോകാവുള്ളൂ. ഇതിന് ഏറ്റവും ബെറ്റർ ആയിട്ടുള്ളൊരു ഓപ്പർച്യൂണിറ്റി കൺസിസ്റ്റന്റ് ആയിട്ടുള്ളൊരു പ്രോഫിറ്റ് ഇറങ്ങുക, മാർക്കറ്റ് പിന്നെ എങ്ങോട്ടെങ്കിലും പോട്ടെ എന്ന് വെച്ചിട്ട് ട്രേഡ് വൈൻഡ് അപ്പ് ചെയ്യുക. എല്ലാ ദിവസവും അങ്ങനെ മാറി നിൽക്കുന്നതാണ് ഏറ്റവും സേഫ് ആയിട്ടുള്ള കാര്യം. നെക്സ്റ്റ് ക്യാൻഡിൽ കൂടെ നമുക്ക് നോക്കാം. ഈ ക്യാൻഡിൽ ഡോജി ക്യാൻഡിൽ ആവണം എങ്കിലേ നമ്മുടെ പ്രതീക്ഷകൾക്കനുസരിച്ചിട്ടുള്ള മൂവ്മെന്റ് അടുത്ത ഹൈ എന്ന് പറഞ്ഞാൽ 193 ആയിരിക്കും. ഇവിടെ എന്തുകൊണ്ടാണ് ഒരു മൂവ്മെന്റ് കിട്ടാത്തതെന്ന് വെച്ചാൽ വേറൊന്നുമില്ല. പ്രീവിയസ് ആയിട്ടുള്ള ഡേയുടെ ഒരു ഹൈയിൽ മാർക്കറ്റ് ചെന്ന് ഇടിച്ചത് കൊണ്ടാണ് പെട്ടെന്നൊരു അപ്പ് ഉണ്ടായിട്ട് പിന്നെ മാർക്കറ്റ് ഡൗണിലേക്ക് ഒന്ന് ഫാളായത്. അപ്പോൾ നമ്മൾ പറഞ്ഞ 180 ടാർഗറ്റ് ഇതിൻ്റെ ഹൈ എത്ര വരെ പോയിട്ടുണ്ട്? 183 വരെ പോയിട്ടുണ്ട്. ഓൾമോസ്റ്റ് 182 എന്നുള്ള ടാർഗറ്റും ഓൾറെഡി ഹിറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി 182 ബ്രേക്ക് ചെയ്തിട്ടുള്ള അടുത്ത ടാർഗറ്റ് 189 192 ആണെന്ന് മാത്രമേ ഉള്ളൂ. എന്തായാലും മാക്സിമം നമുക്ക് വെയിറ്റ് ചെയ്യാനായിട്ട് ശ്രമിക്കാം. ട്രെയിൽ ചെയ്ത് വെച്ചിട്ട് മാക്സിമം ഹോൾഡ് ചെയ്ത് എടുക്കാൻ പറ്റുന്ന എടുക്കാം. ഇല്ലാന്നുണ്ടെങ്കിൽ ചെറിയ പോയിന്റിൽ എക്സിറ്റ് ആവാം.
പിന്നെ സെക്കൻഡ് തിങ് ഈ 189 എന്നുള്ള ലൈൻ ഞാൻ മാറ്റുകയാണ്, ഒന്ന് മനസ്സിൽ വെച്ചാൽ മതി. കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ലൈൻ ഇട്ട് കഴിഞ്ഞാൽ അത് ഇടിച്ചിട്ട് തിരിച്ചു പോരും. അപ്പം അങ്ങനെ ഒരു ബുദ്ധിമുട്ട് ഉണ്ടാവരുത്, നമ്മുടെ യാത്രയ്ക്ക് തടസ്സമാവരുതെന്ന് വിചാരിച്ചിട്ട് ഞാൻ ആ ലൈൻ മാറ്റി വെക്കുകയാണ്. അത് കഴിഞ്ഞിട്ടുള്ള ലൈൻ 216 അതും മനസ്സിൽ വെക്കുക, ഞാൻ അതും ഡിലീറ്റ് ചെയ്ത് കളയാണ്. പിന്നെ ഇത് പിൻബാർ ആണ്, അതൊരു റിവേഴ്സ് സൈൻ ആണ്. ഇത് പിൻബാറായിട്ട് ഡോജി ആയിട്ടല്ല, പിൻബാറിലേക്കാണ് ഫോം ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതൊരു റിവേഴ്സ് സൈൻ ആയിട്ടുള്ള ഒരു സാഹചര്യങ്ങൾ കാണിക്കാനുള്ള ചാൻസസ് ഉണ്ട്. അപ്പം അതുകൊണ്ട് മാക്സിമം ട്രെയിൽ ചെയ്ത് വെക്കുന്നതാണ് ബുദ്ധി എന്നുകൂടെ ഞാൻ അറിയിക്കുന്നു. പിൻബാർ എല്ലായിടത്തും വരുന്നാലല്ല, പക്ഷെ ഇത് ഒരു വൈറ്റ് ലൈൻ പ്രീവിയസ് ആയിട്ടുള്ള ഒരു വൈറ്റ് ലൈനിലാണ് ഇപ്പോൾ ടിപ്പ് ഇടിച്ച് നിൽക്കുന്നത്. അതുകൊണ്ടാണ് നമ്മൾ 182 ഓൾമോസ്റ്റ് പറഞ്ഞത്. അത് ബ്രേക്ക് ചെയ്താൽ പിന്നെ വളരെ സ്മൂത്ത് ആയിട്ട് മാർക്കറ്റ് കയറി പൊക്കോളും, വലിയ വർഷങ്ങളൊന്നും വരില്ല. ഓൾമോസ്റ്റ് 182 ആയിട്ടുണ്ട്. 181 എന്നുള്ളത് വളരെ സ്ട്രോങ് ആയിട്ടുള്ള റെസിസ്റ്റന്റ് ആണ്, പിൻബാറാണ് ഫോം ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ഇവിടെ നല്ല രീതിയിൽ സപ്പോർട്ട് എടുക്കുന്നുണ്ട്. അപ്പോൾ ഇതൊരു ചിന്തിക്കേണ്ട ഒരു ഏരിയ ആണിത്. നമ്മൾ ബലം പിടിച്ച് നിൽക്കുന്നതിൽ അർത്ഥമില്ല. 182 എക്സിറ്റ് ആയിട്ട് പിന്നെ അത് ബ്രേക്ക് ചെയ്യുമ്പോൾ പിന്നെ എടുത്താൽ മതിയല്ലോ. 10-20 പോയിന്റ് ട്രെയിൽ ചെയ്യുന്നതിലും ബെറ്റർ ആണ് ആ 182 അല്ലെങ്കിൽ 180 എക്സിറ്റ് ആയിട്ട് പിന്നെ 183 ബ്രേക്ക് ചെയ്യുമ്പോൾ പിന്നെ നമുക്ക് എടുക്കാനുള്ള പോസിബിലിറ്റി ഉണ്ട്. ഒരു ലോങ് റൈഡ് എന്ന് ഉദ്ദേശിക്കുമ്പോൾ 3-4 രീതിയിലൊക്കെ ട്രേഡ് ചെയ്യാം. ഒന്ന് എടുത്തിട്ട് അവസാനം വരെ ഹോൾഡ് ചെയ്യുക. സെക്കൻഡ്, എല്ലാ റെസിസ്റ്റൻസിലും റെസ്പെക്ട് ചെയ്യുമ്പോൾ ഇറങ്ങിയിട്ട് കുറച്ച് താഴത്തുനിന്ന് കയറുകയോ അല്ലെങ്കിൽ ആ റെസിസ്റ്റൻസ് ഒന്ന് ബ്രേക്ക് ചെയ്യുമ്പോഴത്തേക്കും റീ എൻട്രി ചെയ്യുകയൊന്നും വലിയ തെറ്റില്ലാത്ത കാര്യങ്ങളാണ്. കാരണം ഇവിടെ 15 മിനിറ്റ്സിന്റെ ഒരു പിൻബാർ ആണ് ഫോം ആയിക്കൊണ്ടിരിക്കുന്നത്. അത്ര സുഖമുള്ളൊരു ഫോർമേഷൻ അല്ല. നമ്മളെ സംബന്ധിച്ച് 182 സേഫ് ആയിട്ടുള്ളൊരു സോൺ ആയിരുന്നു. 55 മുതൽ 70 എത്രയാണ് 180 വരെ. 55, 65, 75, 80 25 പോയിന്റ് ഓൾറെഡി ലോക്ക്ഡ് ആണ്. നമ്മൾ കരുതിയിരിക്കണം, അലർട്ടായിട്ടിരിക്കണം, അത്രേ ഉള്ളൂ. വേറെ ഇതിനകത്ത് റിസ്കോ കോംപ്ലിക്കേഷൻസോ ഒന്നുമില്ല. നമ്മളെപ്പോഴും ഒരു ഏരിയ വരുമ്പോൾ അവിടെ സംഭവിക്കാനുള്ള കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി ഒന്ന് അലർട്ടായിട്ടിരിക്കണോ എന്നുള്ള വിഷയങ്ങൾ മാത്രമേ ഉള്ളൂ. നമ്മളിപ്പോൾ ഒരു പ്ലാൻ തയ്യാറാക്കി വെക്കണം. ഇവിടെ ഓപ്പോസിറ്റ് വന്നാൽ എന്തൊക്കെ കാര്യങ്ങൾ നമ്മൾ അലർട്ടായിട്ട് ഇരിക്കണം എന്നുള്ളൊരു തീരുമാനം എടുക്കണം. അതുകൊണ്ട് ചുമ്മാ എടുത്തിട്ട് അങ്ങ് ഹോൾഡ് ചെയ്യുന്നതിൽ അർത്ഥമില്ല. സാഹചര്യങ്ങൾ മനസ്സിലാക്കി 3-4 തവണ ആയിട്ട് വേണമെങ്കിലും കയറാം. കാരണം 5 മിനിറ്റിൽ RSI താഴത്താണ്. ഇവിടെയും 5 മിനിറ്റിൽ എന്തായി, RSI ഒരു കർവ് വന്നിട്ടുണ്ട്. അപ്പം അതനുസരിച്ചിട്ട് ഒരു അലർട്ടായിട്ടിരിക്കേണ്ട ഏരിയ ആണെന്നാണ് ആ പറഞ്ഞതിനർത്ഥം. അപ്പോൾ ഇവിടുത്തെ സ്ട്രൈക്ക് നമുക്കൊന്ന് മാറ്റി പിടിക്കാം. പിയുടെ സ്ട്രൈക്ക് ഇത്രയുടെ ഡെൽറ്റ വാല്യൂ കൂടിയതെടുക്കാം. ഇത് തന്നെയാണ്, വലിയ തെറ്റില്ലാത്തതാണ്. ഇതൊരു പിൻബാറാണ്, ഇത് ക്രോസ് ഓവറിലേക്ക് വരുന്നുണ്ട്. 100 ഒക്കെ ബ്രേക്ക് ചെയ്താൽ $106 ഒരു 6 പോയിന്റ് കിട്ടുമെന്ന് നമുക്ക് വെയിറ്റ് ചെയ്യാം. ഇപ്പോഴും ഇവിടെ ഡാർക്ക് ഗ്രീൻ ആണ്, ഹൈ വോളിയമാണ് കാണിച്ചിരിക്കുന്നത്. അതായത് 1, 2, 3, 4, 5 ക്യാൻഡിൽ, ആറാമത്തത് 7-മത്തെ ഡൗണ്, 1, 2, 3, 4 5-മത്തെ ക്യാൻഡിൽ. നെക്സ്റ്റ് ക്യാൻഡിൽ ഡൗൺ ആയാൽ അഗെയിൻ ഒരു 2 ക്യാൻഡിലും കൂടെ ഡൗൺ ആവാൻ ചാൻസ് ഉണ്ട്. ഇതൊക്കെ ഫാൻസി പോലെയുള്ള കാര്യങ്ങളൊക്കെ സംഭവിക്കാൻ ചാൻസ് ഉണ്ട്. പോരാത്തതിന് ഇവിടെ ക്രോസ് ഓവർ ആയിട്ടില്ല. ഈ ക്രോസ് ഓവർ വരെയും ശരിക്കും നമുക്ക് ഹോൾഡ് ചെയ്യാനുള്ള കപ്പാസിറ്റി നിലവിലുള്ളതാണ്. അപ്പോൾ ഇതിൻ്റെ ട്രെയിലിംഗ് എന്ന് പറയുമ്പോൾ ഒരു 176 ഒക്കെ
ട്രെയിൽ ചെയ്ത് വെച്ചാലും വലിയ വിഷയങ്ങളൊന്നും വരാം. നമുക്ക് നേരെ 50 മിനിറ്റ്സിലേക്ക് പോവാം. $210 എക്സ്പാൻഷനായിട്ട് നിൽക്കുകയാണ് കേട്ടോ. എക്സ്പാൻഷൻ കാണിക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ 193 ആണ് അടുത്ത ഏരിയ പറഞ്ഞിരിക്കുന്നത്. ഇപ്പോൾ ഓൾമോസ്റ്റ് ഏകദേശം ഒരു ഡോജി ക്യാൻഡിൽ, അടുത്ത ക്യാൻഡിലിൽ ഇത് ഡോജി പോലെയാണ് ഫോം ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഈ ക്യാൻഡിൽ ഈ വൈറ്റ് ഡോട്ട് ഒന്ന് ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഒരൊറ്റ അടിക്കായിരിക്കും മാർക്കറ്റ് 193 ടച്ച് ചെയ്യുന്നത്. 185 RSI പോസിറ്റീവാണ് നിൽക്കുന്നത് തന്നെ. 50 ബ്രേക്ക് ചെയ്തിട്ടാണ് RSI നിൽക്കുന്നത്. ഒരു മടക്ക് വന്നിട്ടുണ്ട്. ഈ മടക്ക് ഇൻസൈഡ് ബാർ ക്യാൻഡിലായിട്ട് ഫോമായി 100 മുകളിലോട്ട് പോയി കഴിഞ്ഞാൽ കയറി പോകുന്നുള്ളൂ, അല്ലാതെ കയറി പോകത്തില്ല. ഇൻസൈഡ് ബാർ ക്യാൻഡിലായിട്ട് ഫോം ആവണം. സെക്കൻഡ് തിങ്, രണ്ട് കാര്യങ്ങളാണ്. ഒന്ന്, ക്രോസ് ഓവർ ഇൻസൈഡ് ബാർ ക്യാൻഡിൽ അല്ലാന്നുണ്ടെങ്കിൽ ഇത് ഗ്രീനിലേക്ക് കയറുന്നത് വരെ മാർക്കറ്റ് ഡൗൺസ് തന്നെയാണ് എന്ന് നമ്മൾ കരുതിക്കൊണ്ടിരിക്കണം. 100-ന് മേളിൽ ക്യാൻഡിൽ ക്ലോസ് ചെയ്താൽ മാത്രമാണ് പീക്ക് ഒരു കൺഫർമേഷൻ കിട്ടത്തുള്ളൂ. കഴിഞ്ഞ തവണത്തെ 1, 2, 3, 4, 5, 6 ക്യാൻഡിൽ, 2 ക്യാൻഡിൽ ഡൗൺ, 1, 2, 3, 4, 5, 6 ക്യാൻഡിലായി. ഈ ക്യാൻഡിലോ അടുത്ത ക്യാൻഡിലോ ഡൗൺ ആയാൽ അഗെയിൻ 2 ലെങ്തി ക്യാൻഡിൽ ഉണ്ടാവാനായിട്ടുള്ള ചാൻസ് ഉണ്ട്. ഒരു ഫാൻസി ഒരു ലൈൻ ബ്രേക്ക്ഔട്ട് സിസ്റ്റത്തിൽ നമുക്ക് വെയിറ്റ് ചെയ്യാം. എന്തായാലും ഈ ലോങ് ഹോൾഡിംഗ് എന്ന് പറയുമ്പോഴും നമുക്ക് ടെൻഷൻ ഇല്ലാതെ ഹോൾഡ് ചെയ്യാൻ പറ്റണം. അതിനാണ് നമ്മൾ എപ്പോഴും ലോക്ക് ചെയ്തിട്ട് ഹോൾഡ് ചെയ്യുന്നതിൻ്റെ റീസൺ. കാരണം 10 പോയിന്റ് ആഗ്രഹമുള്ള ഒരു വ്യക്തിക്ക് ഇപ്പോൾ 155, 65, 75, 85, 30 പോയിന്റിൻ്റെ അടുത്ത് മൂവ്മെന്റ് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇവിടെ 174.44 സ്ട്രോങ് സപ്പോർട്ടാണ്. അപ്പോൾ അതൊരു 170 ഹോൾഡ് ചെയ്തിട്ടാലും 55, 65, 72, 65, 17 പോയിന്റ് അടുത്ത് പ്രോഫിറ്റ് ആയാലും അത് ഭാഗ്യമാണെന്ന് കരുതി അവിടെ ഹോൾഡ് ചെയ്തിടണം. അങ്ങനെ വേണം ലോങ് ഡ്രൈവ് ചെയ്യാനായിട്ട്. അല്ലാതെ എടുത്തിട്ട സ്ഥലത്ത് ഒരു 10 പോയിന്റ് സ്റ്റോപ്പ് ലോസ് ഇട്ടിട്ട് അതും വെച്ചുകൊണ്ട് ലോങ് ഡ്രൈവ് ചെയ്ത് കഴിഞ്ഞാൽ കിട്ടത്തില്ല. നമുക്ക് ആവശ്യം 10 പോയിന്റ് ആണ്. 10 പോയിന്റ് കഴിഞ്ഞാൽ ചിലപ്പോൾ 50 പോയിന്റ് വരെ പോയിട്ട് തിരിച്ച് 10 പോയിന്റിൽ വന്ന് ഹിറ്റ് ചെയ്യാം, അല്ലെങ്കിൽ 20 പോയിന്റിൽ വന്ന് ഹിറ്റ് ചെയ്യാം, 30 പോയിന്റിൽ വന്ന് 10 പോയിന്റ് കിട്ടിയാൽ നമ്മൾ ഡെയിലി ഹാപ്പിയാണ്. അതിന് മേളിലിട്ട് കിട്ടണത് നല്ലത്. നല്ല രീതിയിൽ കിട്ടിക്കഴിഞ്ഞാൽ അത് ഭാഗ്യം. തിരിച്ചിറങ്ങി പോകുമ്പോൾ 20 കിട്ടിയാലും അതിൽ നമ്മൾ ഹാപ്പി ആവാനായിട്ട് തീരുമാനിക്കണം. അതല്ലാതെ അയ്യോ എനിക്കെന്നാ 185 വിറ്റാൽ മതിയായിരുന്നു, എനിക്ക് കുറച്ചും കൂടെ കിട്ടിയേനെ, ആ ചിന്ത എല്ലാ ദിവസവും ഷഫിൾ ചെയ്ത് വരുമ്പോഴത്തേക്കും നമുക്ക് പ്രശ്നങ്ങൾ ഉണ്ടാക്കും. അപ്പോൾ ഇതൊരു ക്രോസ് ഓവർ ആവുന്ന വരെയും രണ്ട് കാര്യങ്ങൾ സംഭവിക്കാം. ഒന്നെങ്കിൽ 100 പോയിന്റ് നമുക്ക് കിട്ടാം, ഇല്ലാന്നുണ്ടെങ്കിൽ 20 പോയിന്റിൽ നമ്മൾ ഹാപ്പി ആവാൻ ശ്രമിക്കണം. അങ്ങനെയുള്ള പല കാര്യങ്ങളുണ്ട്. ഈ RSI അങ്ങനെ വേണം നമ്മൾ ഹോൾഡ് ചെയ്ത് മുമ്പോട്ട് പോകാൻ. ഈ RSI സ്റ്റിൽ സിക്ക് തന്നെയാണ് മെജോറിറ്റി ചാൻസിൽ നിൽക്കുന്നത്. ദെൻ അതിൻ്റെ ഇടയ്ക്ക് എപ്പോൾ വേണമെങ്കിലും ക്രോസ് ഓവർ ആവാം, ഗ്രീനും റെഡൊക്കെ വരാം, കൺസോൾട്ടേഷൻ വരാം, അങ്ങനെയുള്ള പല സാഹചര്യങ്ങൾ വരാം. പറഞ്ഞു ഞാൻ 183, 185 വളരെ സ്ട്രോങ് ആയിട്ടുള്ള റെസിസ്റ്റൻ്റ് ആണ്. ഈവൻ അത് ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ 93 പോയി നിൽക്കത്തുള്ളൂ. വളരെ സ്ട്രോങ് ആയിട്ടുള്ള റെസിസ്റ്റൻ്റ്. അത് ബ്രേക്ക് ചെയ്ത നല്ല സ്പേസ് ഉണ്ട് മാർക്കറ്റിന് മൂവ് ചെയ്യാനായിട്ട്. ഇത് മോർണിംഗ് സ്റ്റാർ ആയിട്ട് ക്രിയേറ്റ് ആയാൽ മാത്രമാണ് വെറുതെ ടെൻഷൻ അടിക്കേണ്ട കാര്യമുള്ളൂ. ചിലപ്പോൾ അത് സ്റ്റേബിൾ ആയിട്ട് ഇങ്ങനെ കൺസോൾട്ടേഷൻ ചെയ്ത് നിന്നിട്ട് തിരിക്കാം. കാരണം RSI ഇവിടെ ഒരു ക്രോസ് ഓവർ ആയിട്ടുണ്ട്. ഇത് മോളിൽ പോയി തിരിയണ വരെയും പീക്ക് സ്കോപ്പ് ഉള്ളതാണ്. അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ 147 എവിടെയാണ് നമ്മൾ ഹെഡ്ജ് ചെയ്തത്, 152 ഹെഡ്ജ് ചെയ്ത സാധനം നിങ്ങൾ ചുമ്മാ ഒന്ന് കണക്കൂട്ടി നോക്ക്. ഞാൻ പറഞ്ഞ ഹെഡ്ജിങ് മെത്തേഡ് 152 മൈനസ് 185, 33 പോയിന്റ്. അതിനകത്ത് 10 പോയിന്റ് പൊക്കോട്ടെ.
ബാക്കി 10 പോയിന്റ് പോയി കഴിഞ്ഞ് 23 പോയിന്റാണ് അവിടെ പ്രോഫിറ്റബിൾ ആയത്. നമ്മൾ എത്രയാ 122 എടുത്തിട്ട് 122 125 120 119 സ്റ്റോപ്പ് ലോസ് പറഞ്ഞത്. 7 പോയിന്റ് പോയാലും നമുക്കിവിടെ നല്ല രീതിയിലുള്ള പ്രോഫിറ്റ് കിട്ടിയാണ്. അത് ഹോൾഡ് ചെയ്ത് വെച്ചാലും നഷ്ടങ്ങളില്ല. അപ്പോൾ അത് മനസ്സിലാക്കാനായിട്ട് ആ ചാർട്ട് യൂസ്ഫുൾ ആണെന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ നമ്മൾ എന്താണ് പറഞ്ഞത്, 6 ക്യാൻഡിൽ കഴിയുമ്പോഴത്തേക്ക് 2 വലിയ ലെങ്തി ക്യാൻഡിൽ ഉണ്ടാവാനുള്ള ചാൻസ് ഉണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ ഇതിൻ്റെ ഹൈ എത്ര വരെ പോയിട്ടുണ്ട്? 192 193 വരെ നമ്മൾ ഓൾമോസ്റ്റ് ഈ ഒരു ക്യാൻഡിൽ പോകുന്നുള്ള കണക്കൂട്ടിലൊക്കെ ഓൾറെഡി നേരത്തെ എടുത്തു വെച്ചിരിക്കുക. അതായത് ഇതിനകത്ത് 18 പോയിന്റ്, ഇത് ഡോജി ക്യാൻഡിൽ, നെക്സ്റ്റ് ക്യാൻഡിൽ 18 പോയിന്റ്. അപ്പോൾ ഇവിടെ 6 ക്യാൻഡിൽ, അത് കഴിഞ്ഞിട്ടുള്ള 6 ക്യാൻഡിൽ, ഡൗൺ സൈഡിലേക്ക് 2 ക്യാൻഡിൽ. അപ്പോൾ മാർക്കറ്റ് 190 വരെ വന്നിട്ടുണ്ട്. അപ്പോൾ എത്രയായി? 152 95 വരെ പോകുമ്പോൾ 65 75 85 92 37 പോയിന്റ്. ഇങ്ങനെയാണ് ഞാൻ റൈഡ് ചെയ്യുന്ന എൻ്റെ ശൈലി. കിട്ടിയാൽ കിട്ടണം, ഇല്ലെങ്കിൽ വേണ്ട. 193 തേർഡ് ടാർഗറ്റ് മാർക്കറ്റ് റീച്ച് ചെയ്ത് നിൽക്കുകയാണ്. അപ്പോൾ കുറച്ചും കൂടെ ആവശ്യത്തിന് ട്രെയിൽ ചെയ്ത് മുകളിലോട്ട് വെക്കുക. ദാറ്റ്സ് ഓൾ. 193 ടാർഗറ്റ്, ആ ടാർഗറ്റും ഹിറ്റ് ചെയ്തിട്ടുണ്ട്. ഇതിൽ 3 എൻട്രി ഉണ്ടായിരുന്നു. 152 എൻട്രി ഉണ്ടായിരുന്നു, 155 എൻട്രി ഉണ്ടായിരുന്നു, പിന്നെ സേഫ് സോൺ 160 എൻട്രി ഉണ്ടായിരുന്നു. 160 ബ്രേക്ക് ചെയ്തിട്ട് സാധനം ഇങ്ങ് വന്നിട്ടേ ഇല്ല. 92 അവിടെ നിന്ന് 160 നിന്ന് എടുത്താൽ 32 പോയിന്റ്, 55 നിന്ന് എടുത്താൽ അതുക്കും മേലെ, 52 നിന്ന് എടുത്ത് ഹെഡ് ചെയ്താൽ അതുക്കും മേലെ. അങ്ങ് പോട്ടെ, പോണത്രോളം പോട്ടെ. കിട്ടിയത് ഹാപ്പി, ദാറ്റ്സ് ഓൾ. ഇനി നെക്സ്റ്റ് ആയിട്ട് ഒരു ടിപ്പിംഗ് പോയിന്റ് ഉണ്ടെന്നുണ്ടെങ്കിൽ അതെവിടെയായിരിക്കും? 212. 212 എന്ന് പറയുമ്പോൾ 200ഉം 212 210 ഒന്നും വലിയ പ്രശ്നങ്ങളില്ലാത്ത ഏരിയ ആണ്. $195 വരെ മാർക്കറ്റ് പോയിട്ടുണ്ട് കേട്ടോ. 55 ആണെങ്കിൽ 65 75 85 95 വളരെ ക്ലീൻ ആയിട്ടാണ് 40 പോയിന്റ് റൈഡ് ചെയ്ത്, ഒരു ടെൻഷനും ഇല്ലാതെ. ഇപ്പോൾ 5 മിനിറ്റിന്റെ കേസ് പറയുകയാണെങ്കിൽ പ്രീവിയസ് ആയിട്ടുള്ള ഒരു മുമ്പ് എപ്പോഴുള്ളൊരു ഡേയുടെ ലോ ആണ് 212 എന്നുള്ളത്. പിന്നെ ഇവിടെ RSI ഒരു ക്രോസ് ഓവർ ആയിട്ടുണ്ട്. ഇപ്പം എന്നെ സംബന്ധിച്ച് 5 മിനിറ്റ് നോക്കുന്ന ഒരു കണ്ടീഷൻ ആണെന്നുണ്ടെങ്കിൽ ഈ ക്രോസ് ഓവർ ഇവിടെ നമ്മളുടെ 150 എന്നുള്ള ഒരു 155 ബ്രേക്ക് ഔട്ട് 195 ഈസി ആയിട്ട് എക്സിറ്റ് ചെയ്യേണ്ട ഒരു സ്ഥലമാണ്. ഇനി അതുക്കും മേലെ, അതായത് 196 195 എക്സിറ്റ് ആവും. പിന്നെ 195 ബ്രേക്ക് ചെയ്താൽ 212 അടുത്തൊരു മൂവ്മെന്റ്. കാരണം ഇത് ഇവിടെ നിന്നൊരു ഈവനിങ് സ്റ്റാർ ആയിട്ട് ഡൗൺ ചെയ്താൽ മാർക്കറ്റ് താഴത്തോട്ട് വരും എന്നുള്ള കേസ് മാത്രമേ ഉള്ളൂ. അല്ലെങ്കിൽ ഇതിന്റെ ലോ ബ്രേക്ക് ചെയ്ത്, അതായത് ഒരു 190 ബ്രേക്ക് ചെയ്ത് താഴത്തോട്ട് വന്നാൽ SMA അല്ലെങ്കിൽ ഈ ഒരു 177 മാർക്കറ്റ് ഫാൾ ആവാനായിട്ടുള്ള ചാൻസസ് ഉണ്ട്. അത് വേറൊരു രീതി. 15 മിനിറ്റ്സിൽ ഇപ്പോഴും മാർക്കറ്റ് അപ്പർ സൈഡിലേക്ക് തന്നെയാണ്. അപ്പം അതിൻ്റെ ഇടയ്ക്ക് ഒറ്റയടിക്ക് പോകണമെന്ന് യാതൊരു നിർബന്ധവുമില്ല. ഒന്ന് ഇറങ്ങി കയറിയിട്ടൊക്കെ മാർക്കറ്റ് പോവാം. അപ്പോൾ ലോ വന്നാലും ഒരു 184 ഒരു ടിപ്പ് വന്ന് ഇടിച്ചു കൂടായികയില്ല. ഡൗൺ വന്നാലും അതനുസരിച്ചിട്ട് പ്ലാൻ ചെയ്യുക. 195 ഇപ്പം 200 എക്സ്പാൻഷൻ ആയിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് 200 വരെ പോകാനുള്ള മെജോറിറ്റി ചാൻസ് ഉണ്ട്. ഇപ്പോൾ ക്രോസ് ഓവർ വന്നിട്ട് അത് സ്റ്റേബിൾ ആയിട്ട് പോവാണ്. 2 കേസുകളാണ്. ഇത് ക്രോസ് ഓവർ റെഡിലേക്ക് വരുമ്പോൾ മാക്സിമം ഹൈ കീപ്പ് ചെയ്യുക, ഇവിടുന്ന് ഫാൾ ആവുക. ഇപ്പം 196 ആയിട്ടുണ്ട്. 200 ഓൾറെഡി എക്സ്പാൻഷൻ ആയിട്ട് നിൽപ്പുണ്ട്. നമുക്കതും കൂടെ നോക്കാം.
196, ഒരു 199.75 വരെയൊക്കെ വരാം. 199. ഇതും ഈ പറഞ്ഞ പോലെ ഡോജി ക്യാൻഡിലാണ്. ഒരു ക്യാൻഡിൽ ഡോജി ക്യാൻഡിൽ അപ്പ്, ഇതും ഒരു ഡോജി ക്യാൻഡിലാണ്. അപ്പം ഇതും അപ്പിലേക്ക് പോകേണ്ടതാണ്. മാക്സിമം ട്രെയിൽ ചെയ്ത് വെക്കുക. ഈവൻ 190 കിട്ടിയാലും നമുക്ക് വലിയ നഷ്ടങ്ങളൊന്നുമില്ല. എഗെയിൻ അപ്പ് സൈഡിലേക്ക് പോകുമ്പോഴത്തേക്ക് നമുക്ക് ട്രെയിൽ ചെയ്തെടുക്കാനായിട്ട് പറ്റും. 196, 197. ഇവിടം വരെ വന്ന സ്ഥിതിക്ക് കുറച്ച് കറങ്ങി തിരിഞ്ഞിട്ടാണെങ്കിലും 212 വരെയൊക്കെ പോകണം. കാരണം ഗ്യാപ്പ് ഫില്ലിംഗ് ആണ്. അപ്പം അതുകൊണ്ട് അവിടം വരെയൊക്കെ പോകാനുള്ള ചാൻസ് ഉണ്ട്. കുറച്ച് വൈകിയാണെങ്കിലും നമുക്ക് വെയിറ്റ് ചെയ്യാം. ഫസ്റ്റ് 199.90. നമ്മൾ പറഞ്ഞ 200 ഓൾമോസ്റ്റ് അവിടെയും റീച്ച് ആയിട്ടുണ്ട്. ഇനി നെക്സ്റ്റ് 212 കാരണം ഇനി 212 എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഔട്ട് ഓഫ് ദ മണി എടുക്കുമ്പോൾ 5 പോയിന്റ് കയറുന്നതിന് തുല്യമാണ്. കാരണം നമ്മൾ ചെറിയ എമൗണ്ടിൽ 10 പോയിന്റ് കയറുന്നതും ചെറിയ എമൗണ്ടിൽ 5 പോയിന്റ് കയറുന്നതിൻ്റെ അതേ പ്രാധാന്യമാണ് വലിയ എമൗണ്ടിൽ 10 പോയിന്റ് കയറുന്നത്. കാരണം ഡെൽറ്റ വാല്യൂ ഹൈ ആണ്, നല്ല രീതിയിൽ മുമ്പോട്ട് പോകേണ്ടതാണ്. അപ്പോൾ അടുത്തത് 212. ലൈൻ മാറ്റി വെക്കാം. കാരണം ഞാൻ ബ്ലൂ ലൈൻ ഇട്ട് കഴിഞ്ഞാൽ അത് ഹിറ്റ് ചെയ്തിട്ട് റിവേഴ്സ് ആവും. അതുകൊണ്ടാണ് ഞാൻ താഴത്തുനിന്ന് ഓരോന്നോ ഡിലീറ്റായി കൊണ്ടുവരുത്തിക്കുന്നത്. കാരണം ഇപ്പോൾ ഇവിടെ ഒരു ക്രോസ് ഓവർ ആയിട്ടുണ്ട്. പിന്നെ 200 ഇറങ്ങിയിട്ട് പിന്നെ 200 ബ്രേക്ക് ചെയ്യുമ്പോൾ പിന്നെ എടുക്കാം. അങ്ങനത്തെ സിനാരിയോ വെക്കാം. നമ്മൾ 155 തുടങ്ങിയ ആണ് ഇപ്പോൾ 200 വന്ന് നിൽക്കുന്നത്. 55, 60, 45 പോയിന്റ് ഓൾറെഡി നമ്മൾ ഈസി ആയിട്ട് ഒരു പ്രശ്നമില്ലാതെ റൈഡ് ചെയ്ത് നിൽക്കുകയാണ്. 15 മിനിറ്റ്സിൽ നല്ലൊരു ബ്രേക്ക് ഔട്ട് ചാൻസിന് വേണ്ടിയിട്ടാണ് മാർക്കറ്റ് നിൽക്കുന്നത്. 210 വരെ 15 മിനിറ്റ്സിൽ സ്പേസ് കിടപ്പുണ്ട് കേട്ടോ. 210 വരെ. അപ്പം നമ്മൾ പറഞ്ഞ 212 റേഞ്ച് ഹിറ്റ് ചെയ്യാനായിട്ടുള്ള ചാൻസ് വളരെ കൂടുതലാണ്. അപ്പോൾ നമ്മൾ 212 വരെയാണ് ഒരു ടിപ്പ് പ്രതീക്ഷിച്ചത്. അപ്പോൾ 210 ആയിട്ടുണ്ട്. 210 റേഞ്ചിലാണ് മാർക്കറ്റ് നിൽക്കുന്നത്. 210, 211 ഓൾമോസ്റ്റ് 210, 212. അത് കഴിഞ്ഞിട്ട് ഒരു കൺസോൾട്ടേഷന് ശേഷമായിരിക്കും മാർക്കറ്റ് 225ലേക്ക് പോകുന്നത്. അപ്പോൾ സേഫ് ആയിട്ടുള്ള ഒരു ഏരിയ 225 ആണ്. അതിനുശേഷം പിന്നെ ഒരു ബ്രേക്ക് ഔട്ട് ഉണ്ടാവുകയാണെങ്കിൽ നമുക്ക് 277ലേക്കായിരിക്കും മാർക്കറ്റിന്റെ മൂവ്മെന്റ്. നമ്മൾ 212, 210 ആണ് കേട്ടോ ഓൾമോസ്റ്റ് പറഞ്ഞത്. അപ്പോൾ 210, 212 റേഞ്ചിലേക്ക് മാർക്കറ്റ് എത്തിയിട്ടുണ്ട്. അവിടെ ഒരു സ്ട്രഗിളിന് ശേഷമായിരിക്കും 225. 225 എന്നെ സംബന്ധിച്ചൊരു ഫൈനൽ ഡെസ്റ്റിനേഷനാണ്. അതിനുശേഷം അവിടെ ഒരു കൺസോൾട്ടേഷന് ശേഷം 3-4 ക്യാൻഡിൽ കൺസോൾട്ടേഷൻ ആയതിനു ശേഷമായിരിക്കും മാർക്കറ്റ് 227ലേക്ക് 77ലേക്ക് മാർക്കറ്റ് മൂവ് ചെയ്യാനായിട്ടുള്ള ചാൻസ്. ഇപ്പോൾ RSI ഓൾറെഡി അപ്പർ ലെവലിലേക്ക് എത്തിയിട്ടുണ്ട്. അപ്പോൾ അടുത്ത ഒരു ക്രോസ് ഓവറോ ഒരു സിമ്പൽ കാണിക്കുന്നത് വരെ നമുക്ക് ട്രെയിൽ ചെയ്ത് മാക്സിമം പോകാമെന്ന് മാത്രമേ ഉള്ളൂ. 210.90. ഇനിയിപ്പോൾ 55 സെക്കൻഡ് കൂടെ ഉണ്ട്. അപ്പോൾ അടുത്തതായിട്ട് ഒരു ലോ ഒക്കെ ക്രിയേറ്റ് ചെയ്യാനുള്ള ചാൻസ് ഉണ്ട്. ആ ഒരു ലോ ക്രിയേറ്റ് ചെയ്യുക അല്ലെങ്കിൽ ഒന്നെങ്കിൽ നെക്സ്റ്റ് ആദ്യത്തെ വിക്ക് 212 പോയിന്റ് ടച്ച് ചെയ്തിട്ട് തിരിച്ച് 195ലേക്ക് ഇറങ്ങാം. ഇല്ലാന്നുണ്ടെങ്കിൽ അത് ഒറ്റയടിക്ക് 225ലാണെങ്കിൽ താൽക്കാലികമായിട്ട് 225ല് സേഫായിട്ട് ഇറങ്ങാനുള്ള വഴി നമുക്ക് നോക്കാം. പിന്നെ സെക്കൻഡ് തിങ്, ഇവിടെ നമ്മൾ പറഞ്ഞ പോലെ 15 മിനിറ്റ്സിൽ ചെറിയൊരു മടക്ക് വന്നിട്ടുണ്ട്. അതേപോലെ തന്നെ ഇത് ഇൻസൈഡ് ബാർ ക്യാൻഡിലായിട്ട് ഫോം ആവാനുള്ള ചാൻസ് ഉണ്ട്. അപ്പം അതുകൊണ്ട് ഓൾമോസ്റ്റ് 210, 212 നമ്മൾ 210, 209 സേഫായിട്ടൊന്ന് എക്സിറ്റ് ആയിട്ടുണ്ട്. ഇവിടെ ഒരു മടക്ക് വന്ന കാരണം. അതേപോലെ തന്നെ 5 മിനിറ്റ് നോക്കുമ്പോൾ 5 മിനിറ്റിൽ ഒരു ക്രോസ് ഓവർ
വന്നത് കാരണമാണ് ഇൻസൈഡ് ബാർ ക്യാൻഡിലായിട്ട് ഫോം ചെയ്യാനുള്ള സാഹചര്യം ഉള്ളത് കൊണ്ടാണ് 209 എക്സിറ്റ് ആവേണ്ടി വന്നത്. ഇനി 212 ബ്രേക്ക് ചെയ്താൽ 225 ഒരു മൂവ്മെന്റ് കിട്ടുമെന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ ഈ ക്രോസ് ഓവർ തൊട്ട് 5 മിനിറ്റിന്റെ അടുത്ത ക്രോസ് ഓവർ വരെ നമുക്ക് കിട്ടി ലോങ് ഡ്രൈവ് പ്രോഫിറ്റ് ആണ് നമുക്ക് മാർക്ക് ചെയ്യാം. എന്തായാലും സമയം ഇത്രയും ആയിട്ടുണ്ട്, നമുക്കത് വൈൻഡപ്പ് ചെയ്യാനും കൂടെ ശ്രമിക്കാം. 155 ടു 210 വരെ ഒരു ലോങ് ഡ്രൈവ്. അപ്പൊ ഇതിൽ കൂടുതലൊക്കെ നല്ല വോളിയം വന്നാൽ വരായികയൊന്നുമില്ല. അപ്പൊ എനിവേ ഇന്ന് ഇത്രയും മതി. ലോങ് ഡ്രൈവ് 100 പോയിന്റ് പിടിക്കണമെന്നുണ്ടെങ്കിൽ പിന്നീടാവാം. അപ്പൊ എനിവേ എല്ലാവർക്കും ഒരിക്കൽ കൂടി നല്ലൊരു ഡേ വാഗ്ദാനം ചെയ്യുന്നു. അപ്പൊ ഞാൻ എങ്ങനെയാണ് ലോങ് ഡ്രൈവ് ചെയ്യുന്നത് എന്നുള്ളതിന്റെ വീഡിയോ ആണ് ഈ കണ്ടത്. നമ്മളെപ്പോഴും പ്രോഫിറ്റ് 10 പോയിന്റ് ലോക്ക് ചെയ്ത് മാക്സിമം പ്രോഫിറ്റ് എടുക്കുക എന്നുള്ളതാണ് ഈ ഒരു രീതി. ഇതും പോസിബിൾ ആണെന്ന് ഞാൻ പറഞ്ഞതേ ഉള്ളൂ. ഞാൻ പലരും പറഞ്ഞിട്ട് പലരും വിശ്വസിച്ചിട്ടില്ല. എനിവേ ഓൾ ദി ബെസ്റ്റ്. ഇപ്പൊ തന്നെ തീരും, സമയം ഇപ്പൊ തന്നെ ആവും.